12 കിലോമീറ്റർ ട്രക്കിംഗ് ആണ്. 12 കിലോമീറ്ററിൻ്റെ ടെൻഷൻ അടിക്കേണ്ട, അത് നമ്മൾ അറിയുകയേ ചെയ്യില്ല. ഞങ്ങൾ ഉറപ്പ് വരുന്നത്. പിന്നെ ആനിമൽ സൈറ്റിങ്സ് ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാട്ടിൽ കയറി. കാരണം നമ്മൾ വിചാരിച്ച പോലെ കാണുന്നില്ല. അപ്പോൾ ഇറങ്ങുമ്പോൾ ടെൻഷനാവും, അയ്യോ കണ്ടില്ലല്ലോ. അത് വേണ്ട, നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല എന്നല്ല. ഹായ് മച്ചാമാരെ, സീനിസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചാമാരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതിരപ്പള്ളി വാഴച്ചാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മളങ്ങനെ രാവിലെ 8 മണിക്ക് മുമ്പായിട്ട് തന്നെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് 2 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോകുമ്പോൾ പുകയിലപ്പാറ ഫോറസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ വാഴച്ചാൽ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രക്കിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 7:30 മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ആളുകളൊക്കെ പരമാവധി നേരത്തെ തന്നെ എത്താനായിട്ട് ശ്രമിക്കുക. കാരണം വേറെ ഒന്നല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല പേയ്മെൻറ്റ് ബാലൻസ് ഉള്ള ആളുകൾ ഇവിടെ വന്നിട്ട് പേയ്മെൻറ്റും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ലേറ്റ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ വരികയാണെങ്കിൽ, മാത്രമല്ല പേയ്മെൻറ്റൊക്കെ നമ്മൾ മുൻകൂട്ടി തന്നെ ചെയ്യുകയാണെങ്കിൽ അതും കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ഒരു ട്രക്കിംഗ് എന്ന് പറയുന്നത്. കാരണം നല്ലൊരു ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഇവിടെ വന്ന ആളുകളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. മാത്രമല്ല ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് വെള്ളമൊക്കെ കിട്ടും കേട്ടോ. കാരണം 12 കിലോമീറ്ററാണ് നമ്മുടെ ഈ ഒരു ട്രക്കിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞത്. 12 കിലോമീറ്റർ നമ്മൾ നടക്കണം. അങ്ങോട്ടേക്ക് ഒരു 6 കിലോമീറ്റർ, തിരിച്ചിങ്ങോട്ടും ഒരു 6 കിലോമീറ്റർ. അപ്പോൾ നമ്മളങ്ങനെ വന്ന ദിവസം ഏകദേശം ഒരു 24 പേരിൽ മുകളിലുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തിരക്ക് കൂടി വരികയാണ്. ആളുകൾ ഇങ്ങനെ അധികമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ വണ്ടിയിൽ കയറിയിട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഏകദേശം ഒരു പെരിങ്ങൽകൂത്ത് ഡാം വരെ, അതായത് പുകയിലപ്പാറ മുതൽ കാരാന്തോട് വരെയാണ് കേട്ടോ ഈ ഒരു ട്രക്കിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ പെരിങ്ങൽകൂത്ത് ഡാം വരെ നമുക്ക് വണ്ടിയിൽ ഇങ്ങനെ പോകാനായിട്ട് സാധിക്കും. അവിടെ വരെ നമ്മളിങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്നാണ് നമ്മുടെ 12 കിലോമീറ്റർ നടത്തം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്ന ഈ ഡാമിൻ്റെ അവിടെ വരെ നമുക്ക് ശരിക്ക് വണ്ടിയിൽ വരാനായിട്ട് സാധിക്കും. കുറച്ചും കൂടി അവിടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടുന്ന് നടന്നാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇനി ട്രക്കിങ്ങിൻ്റെ യഥാർത്ഥ ട്രക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ 12 കിലോമീറ്റർ ഉണ്ടെന്നുള്ളത് അതൊരു പ്രശ്നമല്ല കേട്ടോ. കാരണം അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് 12 കിലോമീറ്റർ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നതാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ പുറകിലൂടെ ആളുകളൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഷിംനാമേടാണ് കേട്ടോ നമ്മുടെ ഫോറസ്റ്റ് ഈ ട്രക്കിങ് ലീഡ് ചെയ്യുന്നത്. ഈ ഒരു ട്രക്കിങ് ലീഡ് ചെയ്യുന്നത് ഷിംനാമേടവും പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു 3 ഉദ്യോഗസ്ഥർ കൂടി ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെ പുതിയൊരു ട്രക്കിങ്ങിൻ്റെ സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു ട്രക്കിങ് കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്ന ഈ ഒരു വഴി ഇനി ഇതിലേ ഒരു ട്രക്കിങ് ഉണ്ടാവില്ല. കാരണം വഴി വേറെ ഇപ്പോൾ അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിനേക്കാട്ടും കുറച്ചും കൂടിയും അടിപൊളിയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമ്മൾ പോകുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ. അപ്പോൾ ഇതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ. ശരിക്കും നമ്മൾ മുന്നോട്ട് പോകും തോറും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാടിൻ്റെ ആ ഒരു മനോഹര ഭംഗി ഇങ്ങനെ ആസ്വദിക്കുക. മാത്രമല്ല ഈ കാണുന്നത് നീൽഗിരി ലങ്കൂറാണ് കേട്ടോ. അപ്പോൾ അവന്മാരും ഇങ്ങനെ ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇതേപോലെ കാണാനായിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകും തോറും ഓരോരോ കാഴ്ചകൾ. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ശരിക്കും കാട്ടാനകളുടെ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. കാരണം ആനപ്പിണ്ട അങ്ങനെ കിടക്കുന്നുണ്ട്. മാത്രമല്ല ആനകളുടെ നല്ലൊരു സ്മെല്ലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിലേ പോകുമ്പോൾ. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടിൻ്റെ ആ ഒരു ശബ്ദമാണ്. അധികം ആളുകളൊന്നും ഇതിൽ സഞ്ചരിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ നല്ലൊരു സൗണ്ട്, അതായത് കാടിൻ്റെ ആ ഒരു മനോഹര ശബ്ദം. മാത്രമല്ല ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്.
ചെറിയൊരു വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇനി ഒരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നടത്താരംഭിക്കും. വീണ്ടും നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്. കാടിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാനായിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞത് നല്ല ഫ്രഷ് ആയിട്ടുള്ള, അതായത് നല്ല ഓക്സിജനാണ് നമുക്കിവിടെ ലഭിക്കുക. ഈ കാണുന്ന ഈ ഒരു മരത്തിൽ കണ്ട ഒരുപാട് കുത്തുകൾ നമ്മുടെ വേഴാമ്പലിൻ്റെ കൂടുകളാണ് കേട്ടോ. കാണുന്നതൊക്കെ വേഴാമ്പലിൻ്റെ ഒരു സ്പോട്ടാണ്. നമുക്കിവിടെ സൗണ്ട്, വേഴാമ്പലിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു സൗണ്ടൊക്കെ ഇവിടെ കേൾക്കാനുണ്ട്, പക്ഷെ ആളെ കാണാനായിട്ടില്ല. നല്ല കൊടും കാട്, ഒരുപാട് മരങ്ങൾ. ഇങ്ങനത്തെ മരങ്ങളൊക്കെ കാണണമെങ്കിൽ ശരിക്കും ഈ ഉൾക്കാട്ടിൽ തന്നെ വരണുണ്ടോ, അല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം പടുകൂറ്റം വൃക്ഷം. എന്ത് രസമാണെന്ന് നോക്കിയ കാഴ്ചകൾ കാണാനായിട്ട്. അപ്പം നമ്മുടെ പുറകിൽ വരുന്ന ആളുകൾ കുറച്ച് സ്ലോ ആയി. കാരണം ഓരോ ഭാഗത്തും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായ കാരണം ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ കുറച്ച് ഈശൊക്കെ സ്ലോ ആയി തുടങ്ങിയ ആളുകൾ ഈ ഒരു ഭാഗത്ത് കണ്ടൊരു ചെറിയൊരു ഉറവ. എല്ലാ കാലത്തും ഇവിടെ വെള്ളം ഉണ്ടാവുന്നതാണ് കേട്ടോ അവർ പറഞ്ഞത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതാണ്. മിക്കവാറും എല്ലായ്പ്പോഴും ഇവിടെ വെള്ളം ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മൃഗങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ടാവും. ഈ കാണുന്നുണ്ട് ഒരു പാമ്പാണ് കിടക്കുന്നത്. ഒരു പാമ്പാണ്, ഒരു അണലി വർഗത്തിൽപ്പെട്ട പാമ്പാണ്. കാട്ടിലെ എട്ടുകാലി സ്പൈഡറാണ് ഇത് നമ്മൾ ഈ കണ്ടത് കേട്ടോ. അപ്പം മുന്നോട്ട് പോകുന്നതോറും ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ്. നമുക്ക് സൗണ്ടും കാടിൻ്റെ ആ ഒരു പച്ചപ്പും ഭംഗിയും പാമ്പുകളും ഒരുപാടുണ്ട് കേട്ടോ. അതായത് നമ്മളെ കണ്ണിൽ ശരിക്കും ഇത് കാണാനായിട്ട് സാധിക്കില്ല, പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരും. ഈ മരത്തിൻ്റെ ഈ കളറും പാമ്പിൻ്റെ കളറൊക്കെ ഒരേപോലെയാണ്. ഈ കാണുന്ന ആ ഒരു മരക്കഷ്ണത്തുമ്പിൽ കണ്ട ഒരു പാമ്പാണ് ഇരിക്കുന്നത്. പാമ്പുകൾ ഒരുപാടുണ്ട്, ചെറുതും വലുതായിട്ട് നമുക്ക് ഒരുപാട് പാമ്പുകൾ ഇവിടെ കാണാനായിട്ട് സാധിച്ചില്ല. നമ്മളിപ്പോൾ ഈ വന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തൊരു പാലം കണ്ട. ശരിക്കും ബ്രിട്ടീഷുകാർ പണിത ഒരു പാലത്തിൻ്റെ ഒരു ഭാഗമുണ്ട് ഇവിടെ. ശരിക്കും ഇരുമ്പ് പാലം എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഉൾക്കാട്ടിലോട്ട് കയറാണ്. അപ്പോൾ ശരിക്കും നമ്മൾ കാട്ടിലോട്ട് ഇങ്ങനെ കയറി പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ പണിത ഒരു പാലത്തിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഭാഗമാണ് കേട്ടോ ശരിക്കും ബ്രിട്ടീഷുകാർ പണ്ട് കാലത്ത് പണിതതാണ്. പക്ഷേ അതൊക്കെ ദ്രവിച്ച് നശിച്ചു പോയി. പക്ഷെ എന്നാലും അതിൻ്റെ മുകളിൽ വന്നിട്ട് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഇരുമ്പ് പാലം എന്ന് പറഞ്ഞ ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് കേട്ടോ ഇനി നമ്മൾ ട്രക്കിങ് വേറെ റൂട്ടിലോട്ട് പോവാണ്. ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഈ കാട്ടിലൂടെയാണ് കേട്ടോ ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്നത്. ഈ മുകളിലോട്ട് ഇങ്ങനെ കയറി പോവാണ്. ഇനി കുറച്ച് കയറ്റവും അതുപോലെ ഇറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിന്നിൽ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് അവർ ഉദ്യോഗസ്ഥന്മാർ നമുക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അധികം സൗണ്ടൊന്നും ഉണ്ടാക്കരുത് ആരും. കാരണം മൃഗങ്ങളെ കാണാനായിട്ട് ഏറ്റവും സാധ്യത കൂടിയ ഒരു സ്ഥലമാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും. അപ്പോൾ അധികം ആരും സംസാരിക്കാതെ എല്ലാവരും ഒരുമിച്ച് തന്നെ നടന്നു വരാനായിട്ട് പറഞ്ഞു. കാരണം എന്തെങ്കിലും അപകടങ്ങളൊക്കെ പെട്ടെന്നായിരിക്കും ഉണ്ടാവില്ല. ഈ മൃഗങ്ങളൊക്കെ നമ്മൾ പെട്ടെന്നായിരിക്കും കാണാം. അപ്പോൾ ആരങ്ങനെ പേടിച്ച് ഓടുകയൊന്നും ചെയ്യരുത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ട്രക്കിങ് ആസ്വദിക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ കയറ്റം കയറിയിട്ട് ഇപ്പോൾ ഇറങ്ങി വരികയാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. നമ്മുടെ കരടി തേൻ കുടിക്കാൻ വേണ്ടിയിട്ട്, കാട്ടുതേനാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തേനീച്ചുണ്ട്. ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല, പക്ഷെ കരടി വന്ന് മാന്തി പൊളിച്ചിട്ട് കുഴിയാക്കിയിട്ട് ഇങ്ങനെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് കരടിയുടെ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. കരടിയുടെ പണിയാണ്. നമ്മളങ്ങനെ വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളൊരു 3 കിലോമീറ്റർ അടുത്ത് ആവാറായിട്ടുണ്ട് കേട്ടോ. നടന്നിട്ട് 3 കിലോമീറ്റർ അല്ല, അതിൽ മുകളിലായിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും വലിയ മരങ്ങൾ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ. വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ ഈ കാടിൻ്റെ ഉള്ളിൽ. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലൂടെ പോകുമ്പോൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ കാടിൻ്റെ ഉള്ളിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ പറ്റുകയാണെങ്കിൽ എന്തോരം കാഴ്ചകൾ കാണാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു അവസരം വന്നതാണ്. ഈ ഒരു മരം കണ്ട കഴിച്ച് എന്തു ഭംഗിയാണ് ഈ മരം കാണാനായിട്ട്.
ശരിക്കും ഇങ്ങനത്തെ മരങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഉൾക്കാട്ടിലോട്ട് തന്നെ വരണുണ്ടോ, കാരണം അല്ലാതെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെ നമ്മളിതാ ഇനി പുഴയിലോട്ട് ഇറങ്ങാനുണ്ട്. പുഴയല്ല, പുഴയുടെ ഒരു ഭാഗത്ത് നമ്മൾ ഇനി ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം നമ്മളൊരു 5 കിലോമീറ്റർ മേലെ ഇപ്പോൾ നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത്, ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ റെസ്റ്റ് എടുക്കും. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ ചെറിയൊരു സ്നാക്സൊക്കെ നമുക്ക് ഇവർ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് ഈ കാണുന്ന ഈ ഒരു പുഴയൊക്കെ നോക്കിയ കൈസ് എന്ത് ഭംഗിയാണ്. കാരണം ഈ ഒരു കൊടും കാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ശരിക്കും മഴക്കാലം കാണുന്നുണ്ടെങ്കിൽ ഈ പുഴയിൽ നല്ല കുത്തി ഒഴുക്കായിരിക്കും. ഇപ്പം ഇങ്ങനെ ശാന്തമായി കിടക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പേ ഒരു ടീം പോയിരുന്നു. അപ്പോൾ ആ ടീമിലത്തെ ആളുകളാണ് കേട്ടോ. അവരും നമ്മളിപ്പോൾ ഏകദേശം ഒന്നായിട്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവരാണ് ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ആ ഫോട്ടോ എടുക്കുന്ന ആൾ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. നിലവിലിപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല മഴയുള്ള സമയത്താണെങ്കിൽ കുത്തി ഒഴുക്കായിരിക്കും ഇവിടെ. കാണുമ്പോൾ തന്നെ ചിലപ്പോൾ പേടിയായി പോകും. അങ്ങനത്തെ ഒരു കാഴ്ചയായിരിക്കും കാണാനായിട്ട് സാധിക്കുക. പക്ഷെ എന്നിരുന്നാലും ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും കൂടി നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാണ് ഇവിടുത്തെ ഈ ഒരു കാഴ്ചകൾ. ഇത് ശരിക്കും എൻജോയ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അതായത് കാടിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒട്ടും മിസ്സാവരുത് ഈ ഒരു കാഴ്ച. എന്തായാലും നിങ്ങൾ വന്ന് കണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു സ്നാക്സ്. ഇലയുടെയാണ്. ഈ ഒരു ഇലയുടെ കഴിച്ചിട്ട് നമുക്കിങ്ങനെ ഇവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഈ കാഴ്ചകളും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇവിടുത്തെ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറഞ്ഞത് രാവിലെ 7:30 കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഇവിടെ വരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 12 കിലോമീറ്ററാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് എല്ലാം ഒരുങ്ങി വേണം വരാനായിട്ട്. അപ്പോൾ ഈ ഒരു ട്രക്കിങ്ങിൻ്റെ ഒരു ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് 1000 രൂപയാണ് കേട്ടോ. 1000 രൂപയാണ് ഒരാളുടെ റേറ്റ് വരുന്നത്. മാത്രമല്ല 500 രൂപ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റും ചെയ്യണം. മാത്രമല്ല 4 പേരൊക്കെ ആയിക്കഴിഞ്ഞാൽ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം നിലവിലിപ്പോൾ 4 പേരല്ല, ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഓൾറെഡി ഈ കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 24 പേര് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുക്കിംഗ് ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് പെർമിഷൻ കിട്ടില്ല. പിന്നെ മറ്റൊരു ദിവസം നമ്മൾ പെർമിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ, അതായത് നമുക്കിവിടെ ട്രക്കിങ് ബുക്ക് ചെയ്യാനായിട്ടുള്ള നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ ഗൈസ്. നമ്മളങ്ങനെ റെസ്റ്റ് എടുത്ത സമയത്ത് തന്നെ കുറച്ച് നേരം ഒരു പാട്ടൊക്കെ പാടി. നമ്മുടെ കൂടെ വന്ന 2 പേരാണ് കേട്ടോ പാട്ടൊക്കെ പാടിയത്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. കൊടും കാട്ടിലാണ് ഇരുന്നിട്ട് പാട്ട് പാടിയത്. അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഇതാ ഒരു പടുകൂറ്റം മരം, അതായത് ഏകദേശം ഒരു 8-10 ആളുകൾ വട്ടം പിടിച്ചു കഴിഞ്ഞാൽ പോലും എത്തില്ല. ചുരുളിമരം എന്നാണ് ഇതിനെ പറയുന്നത്. ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ട്രക്കിങ്ങിൽ കണ്ടെത്തിയ ഒരു ഏറ്റവും വലിയ മരമായിട്ടാണ് കേട്ടോ ഇതിനെ പറഞ്ഞത്. 8-10 പേര് ഇതിനെ വട്ടം പിടിച്ചു കഴിഞ്ഞാൽ എത്തില്ല, അത്രയും വലിയൊരു മരം. ഇപ്പം ഈ കാണുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ഈറ്റകളാണ്. ഈറ്റ വന്നിട്ട് ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. വീട് പണിത പോലെയാണ്. അതായത് പഴയ കാലത്ത് നമ്മളിങ്ങനെ വീടിൻ്റെ മുകൾ ഭാഗം മറച്ചു വെച്ച പോലെയാണ് ഈ ഒരു ഭാഗം കാണാനായിട്ടുള്ളത്. അത്രയും അധികം ഈറ്റകൾ ഇങ്ങനെ വന്ന് മൂടി നിൽക്കുകയാണ്. വീണ്ടും നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ട്രക്കിങ്ങിൻ്റെ പകുതി ഭാഗം ഏകദേശം ആവാറായിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മളടുത്തത് നമുക്കിവിടെ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഇനി അടുത്ത ഭാഗം നമ്മൾ തിരിച്ച് നടക്കുകയാണ്. നമ്മളിനി അടുത്തത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ട്രക്കിങ്ങിൽ പോകുന്ന ഈ വഴിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ, അല്ലാണ്ട് അങ്ങോട്ട് നമ്മൾ അങ്ങനെ ആയിട്ട് പോകുന്നതല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് ഓരോന്നിങ്ങനെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു മേടത്തിൻ്റെ ഒരു തോക്ക് എല്ലാവർക്കും ഇങ്ങനെ പിടിച്ചു വെക്കാൻ ഒരു കൗതുകമായിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് പിടിച്ചു നോക്കിയതാണ്. പിന്നെ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ എപ്പോഴും നമുക്ക് മുതലേനെ കാണാനായിട്ട് സാധിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി നോക്കിയിട്ട് നമുക്കിവിടെ മുതലിനെ കാണാനായിട്ട് സാധിച്ചു കേട്ടോ. കുറേ ദൂരെയാണ്, ആ വെള്ളത്തിൻ്റെ അങ്ങേയറ്റത്തായിട്ട് തന്നെ നമുക്ക് മുതലിനെ കാണാനായിട്ട് സാധിച്ചു. ഇവിടെ എപ്പോഴും മുതലിനെ കാണാനായിട്ട് സാധ്യതയുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അങ്ങേയറ്റത്തായിട്ട് തന്നെ ഈ ഒരു മുതലിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു കേട്ടോ. ശരിക്കും നമ്മുടെ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല, പക്ഷെ ശരിക്കും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ശരിക്കും അത് ആ കല്ലിൻ്റെ പാറയുടെ മുകളിലായിട്ട് കുറേ നേരമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ ആരും കണ്ടില്ല. അവിടെ നിന്ന് ഇറങ്ങി പതുക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോഴാണ് എല്ലാവരും കണ്ടുപോയത്. പക്ഷെ അത് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഒരുപാട് ദൂരേക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയി. നമ്മൾ അങ്ങേയറ്റത്താണ് ഇപ്പോൾ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ ഇതൊരു ക്യാമ്പ് ഷെഡാണ്. അപ്പോൾ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ക്യാമ്പ് ഷെഡാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് ഓരോരുത്തർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലഞ്ചൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല ചോറും പപ്പടവും അതുപോലെ തന്നെ 1-2 കറികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡാണ്. നമ്മളൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് തന്നെ അത് കഴിച്ചു. അപ്പോൾ ഈ കാണുന്ന ഈ ക്യാമ്പ് ഷെഡിൻ്റെ ചുറ്റുമുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ ചുറ്റും. നമ്മൾ നേരത്തെ കണ്ട പുഴയുടെ ഒരു ഭാഗമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. എല്ലാ ഭാഗവും ഒന്നിനൊന്നും മെച്ചാണ്. നമ്മളങ്ങനെ തിരിച്ച് പോവാണ് കേട്ടോ. തിരിച്ചു പോകണം മീൻസ് അതായത് നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇനി ഈ തിരിച്ചു പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കാണുന്നത്. 6 കിലോമീറ്റർ കഴിഞ്ഞ് ഇനി 6 കിലോമീറ്റർ നമ്മൾ വേഗം തിരിച്ചു പോവാണ്. ഏകദേശം 7 മണിക്കൂറാണ് കേട്ടോ ഈ ഒരു ട്രക്കിങ്ങിൻ്റെ ടൈം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ വൈകാം, ചിലപ്പോൾ അതിൽ നേരത്തെ എത്താം. അതൊക്കെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ സാഹചര്യം അനുസരിച്ചിരിക്കുക. നമ്മളങ്ങനെ നേരത്തെ കയറിയ ഒരു ഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രക്കിങ് ഏകദേശം അവസാനിച്ചു ഗൈസ്. അപ്പോൾ തിരിച്ചു വരുന്ന ഒരു വഴിയൊന്നും നമ്മളങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം ആനിമലിനെ നമുക്ക് അധികമായിട്ടൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതാ തിരിച്ചു വന്നു. തിരിച്ചു പോകാനുള്ള വണ്ടി റെഡിയായി. നമ്മൾ നേരത്തെ വന്ന ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഓഫീസിലേക്ക് അവിടെ വരെ നമ്മൾ തിരിച്ച് യാത്ര ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു മ്ലാവിനെ കണ്ടു. നമ്മുടെ യാത്ര അയക്കാൻ നിന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. ആശാൻ അങ്ങനെ വന്ന് നിൽക്കുകയാണ്, ഒരു പേടിയൊന്നുമില്ല. വണ്ടി ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ റോഡിൻ്റെ അരികിലായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇത്രയാണ് നമ്മുടെ ഈ ഒരു ട്രക്കിങ്ങിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ വന്നിട്ട് പറയാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.